പ്രിയപ്പെട്ടവരെ നമസ്കാരം. മിക്ക ആളുകളുടെയും പ്രശ്നമാണ് മലബന്ധം. ഈ മലബന്ധത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ് മുരിങ്ങയില. ഈ മുരിങ്ങയില കൊണ്ട് എങ്ങനെയാണ് മലബന്ധം പരിഹരിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ മുരിങ്ങയിലയുടെ മറ്റ് ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളത്, അതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ മുരിങ്ങയില കൊണ്ട് മലബന്ധം എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ മുരിങ്ങയില കൊണ്ട് പല ഭക്ഷണത്തിലും മുരിങ്ങയില ചേർക്കാറുണ്ട്. തോരൻ വെച്ചിട്ടും അതുപോലെ പരിപ്പ് കറിയിൽ, ഒരുപാട് കറിയിൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് മുരിങ്ങയില തോരൻ വെക്കുക. തോരൻ വെച്ചിട്ട് സാധാരണ നമ്മൾ തോരൻ വളരെ കുറച്ചല്ലേ കഴിക്കാറ്. പക്ഷേ ഇത് കഴിക്കേണ്ടത് കുറച്ച് അധികം കഴിക്കണം. അതും രാത്രിയാണ് കഴിക്കേണ്ടത്. രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ മുരിങ്ങയില തോരൻ കുറച്ച് കൂടുതൽ കഴിക്കുക. അതിനുശേഷം ചൂടുവെള്ളം കുടിക്കുക. സാധാരണ കുടിക്കുന്നതിലും കുറച്ചധികം കുടിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ നല്ല ശോധനയുണ്ടാവും, മലബന്ധം തീരെ ഉണ്ടാവില്ല. ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം, അല്ലെ ആഴ്ചക്ക് ഒരു പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗൾഫിലുള്ളവർക്കും അതും ചെയ്യാം. എല്ലാ സ്ഥലത്തും മുരിങ്ങയില കിട്ടുന്നതാണ്. അപ്പോൾ മുരിങ്ങയില കൊണ്ട് ഏറ്റവും ഗുണം ചെയ്യുന്നത് മലബന്ധമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം അവിടെ കെട്ടിക്കിടന്നാൽ പല അസുഖങ്ങളും വരില്ലേ. അപ്പോൾ ആ ഒരു അസുഖമെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. ശരീരത്തിന് നല്ല ഉന്മേഷവും കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി നന്നായിട്ട് തോരനാക്കിയിട്ട് രാത്രി കഴിക്കുക. അതിനുശേഷം ചൂടുവെള്ളവും കുടിക്കുക. ചൂടുവെള്ളം എത്രത്തോളം കുടിക്കാൻ കഴിയും അത്രത്തോളം കുടിക്കുക. 1, 2, 3 ഗ്ലാസ് കുടിച്ചതിന് ശേഷം രാവിലെ വളരെയധികം ക്ലിയർ ആയിരിക്കും. പിന്നെ 1 മാസത്തിൽ കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ, കാരണം നമ്മളെ വയറ് ഇളക്കണമെന്ന് തോന്നിയാൽ ആ സമയം ഒന്ന് കഴിക്കുക. അല്ലെങ്കിൽ ഡെയിലി കഴിച്ചിട്ട് നമുക്ക് വയറൊന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചാൽ അതും ചെയ്യുക. വീഡിയോ ലോങ് ആയതുകൊണ്ട് ചീത്തയൊന്നും പറയണ്ട, വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് കുറച്ച് ലോങ്ങായി പോകുന്നത്. വെറുതെ ഒരു പരസ്യം പറയുന്ന പോലെ മുരിങ്ങയില കഴിക്കൂ വയറ് ശുദ്ധമാക്കൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇത് എങ്ങനെ കഴിക്കണം, ഇത് കഴിച്ചാൽ എന്താണ് ഗുണമെന്ന് കൂടി പറഞ്ഞു തരണം, അതും വിശദമായിട്ട് പറഞ്ഞു തരണം. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലോങ് ആകുന്നത്. പിന്നെ ഇത് എൻ്റെ ബിസിനസ് അല്ല, ഈ വീഡിയോ ചെയ്യുന്നതും എൻ്റെ ഒരു ബിസിനസ് അല്ല. ഞാൻ ഒരിക്കലും നിങ്ങളോട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്നോ എന്നെ ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ ചീത്ത പറയുന്ന ആൾ പറഞ്ഞോളൂ, അത് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയിരിക്കുന്നു കാണുന്ന ആൾക്ക് അറിയും. പിന്നെ എന്നെ ചീത്ത പറയുന്ന ആൾ ഓടുന്ന വണ്ടിയുടെ ടയറിന് കല്ലെറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയായിരിക്കും. ഓർക്കുക.